ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. ശ്രീനിവാസന് കലാകേരളത്തിന്റെ യാത്രാമൊഴി. സംസ്കാരം ഔദ്യോഗിക ബഹുമതികളോടെ എറണാകുളം കണ്ടനാട്ട് വീട്ടുവളപ്പിൽ നടന്നു. അവസാനമായി ഒരു നോക്ക് കാണാൻ ഒഴുകിയെത്തിയത് ആയിരങ്ങൾ. ചിതയിൽ പേനയും കടലാസും വെച്ച് സത്യൻ അന്തിക്കാട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു. കോർപ്പറേഷനിലും ജില്ലാ പഞ്ചായത്തിലും ജില്ലാ കളക്ടർ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. 215 കിലോമീറ്ററിന് മുകളിലുള്ള ട്രെയിൻ യാത്രകൾക്ക് ടിക്കറ്റ് നിരക്ക് വർദ്ധിപ്പിച്ചു. ഓർഡിനറി ക്ലാസിന് കിലോമീറ്ററിന് 1 പൈസയും സ്ലീപ്പർ AC ക്ലാസുകൾക്ക് കിലോമീറ്ററിന് 2 പൈസയുമാണ് വർദ്ധിപ്പിച്ചത്. വെള്ളാങ്ങല്ലൂരിൽ കാണാതായ ഗൃഹനാഥനെ തോട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. പൈങ്ങോട് സ്വദേശി സുബ്രഹ്മണ്യനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ബ്രഹ്മകുളത്ത് കരോൾ സംഘം സഞ്ചരിച്ച കാർ തോട്ടിലേക്ക് മറിഞ്ഞ് 5 പേർക്ക് പരിക്കേറ്റു. ആരുടെയും പരിക്ക് സാരമുള്ളതല്ല. ഒല്ലൂരിൽ കാറും സ്കൂട്ടറും കൂട്ടിയിടിച്ച് സ്കൂട്ടർ യാത്രികന് ദാരുണാന്ത്യം. വാർത്തകളിലേക്ക് വിശദമായി. മലയാളിയെ ഏറെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്ത ശ്രീനിവാസന് കലാകേരളത്തിന്റെ യാത്രാമൊഴി. സംസ്കാരം ഔദ്യോഗിക ബഹുമതികളോടെ എറണാകുളം കണ്ടനാട്ട് വീട്ടുവളപ്പിൽ നടന്നു. മക്കളായ വിനീതും ധ്യാനും ചിതയ്ക്ക് തീകൊളുത്തി. ചിതയിൽ പേനയും കടലാസും സമർപ്പിച്ച് സംവിധായകൻ സത്യൻ അന്തിക്കാട് യാത്രാമൊഴിയേകി. കഴിഞ്ഞ 13 വർഷമായി ജീവിക്കുകയും സ്നേഹിക്കുകയും പണിയെടുക്കുകയും ചെയ്ത വീട്ടുവളപ്പിലാണ് അദ്ദേഹത്തിന് അന്ത്യവിശ്രമം ഒരുക്കിയത്. സമൂഹത്തിന്റെ നാനാതുറകളിലുള്ള ആയിരക്കണക്കിന് ആളുകൾ ശ്രീനിവാസനെ അവസാനമായി ഒരു നോക്ക് കാണാനെത്തിയിരുന്നു. തൃശൂർ കോർപ്പറേഷനിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു. കോർപ്പറേഷൻ കൗൺസിൽ ഹാളിൽ നടന്ന ചടങ്ങിൽ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ കാളത്തോട് ഡിവിഷനിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട മുതിർന്ന അംഗവും ഡെപ്യൂട്ടി മേയറുമായിരുന്ന ML റോസിക്ക് ആദ്യ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. LDF സ്വതന്ത്രയെ മത്സരിച്ച് വിജയിച്ച ML റോസി ദൃഢപ്രതിജ്ഞ ചെയ്താണ് ചുമതലയേറ്റത്. തുടർന്ന് ML റോസിയാണ് ഡിവിഷൻ ക്രമത്തിൽ മറ്റംഗങ്ങൾക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തത്. 33 കോൺഗ്രസ് അംഗങ്ങളും 8 BJP അംഗങ്ങളും CPI അംഗം ഷാജു കുണ്ടോളിയും LDF സ്വതന്ത്ര ലിംന മനോജും ഈശ്വരനാമത്തിലാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. മറ്റുള്ള LDF അംഗങ്ങൾ ദൃഢപ്രതിജ്ഞ ചെയ്തു. ആകെയുള്ള 56 അംഗങ്ങളും സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു. റവന്യൂ മന്ത്രി K രാജൻ, MLA P ബാലചന്ദ്രൻ, മുൻ മേയർമാരായ MK വർഗീസ്, രാജൻ J പല്ലൻ, IP പോൾ ഉൾപ്പെടെയുള്ളവർ ചടങ്ങിൽ പങ്കെടുത്തു. തുടർന്ന് ML റോസിയുടെ അധ്യക്ഷതയിൽ പ്രഥമ കൗൺസിൽ യോഗവും ചേർന്നു. മേയർ, ഡെപ്യൂട്ടി മേയർ തെരഞ്ഞെടുപ്പ് 26-ന് നടക്കും. തൃശൂർ മുനിസിപ്പൽ കോർപ്പറേഷനിലെ കൗൺസിലറായി തെരഞ്ഞെടുത്ത മുനിസിപ്പൽ കോർപ്പറേഷനിലെ തൃശൂർ ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായി തെരഞ്ഞെടുക്കപ്പെട്ടവർ സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു. അയ്യന്തോൾ സിവിൽ സ്റ്റേഷൻ അങ്കണത്തിലെ ജില്ലാ ആസൂത്രണ സമിതി ഹാളിലായിരുന്നു സത്യപ്രതിജ്ഞാ ചടങ്ങ് നടന്നത്. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ വാഴാനി ഡിവിഷനിൽ തെരഞ്ഞെടുക്കപ്പെട്ട മുതിർന്ന അംഗമായ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായ മേരി തോമസിന് ആദ്യം സത്യവാചകം ചൊല്ലിക്കൊടുത്തു. തുടർന്ന് വന്ന അംഗങ്ങൾക്ക് മേരി തോമസും സത്യവാചകം ചൊല്ലിക്കൊടുത്തു. 21 LDF അംഗങ്ങളും 9 UDF അംഗങ്ങളും ഉൾപ്പെടെ ആകെയുള്ള 30 അംഗങ്ങളും സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു. ഇടത് അംഗങ്ങൾ ദൃഢപ്രതിജ്ഞ ചെയ്തപ്പോൾ ഒരംഗം അല്ലാഹുവിന്റെ നാമത്തിലും മറ്റുള്ളവർ ഈശ്വരനാമത്തിലുമാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. P ബാലചന്ദ്രൻ MLA, മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ VS പ്രിൻസ്, PK ഡേവിസ്, മുൻ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാ ചന്ദ്രൻ ഉൾപ്പെടെയുള്ളവർ ചടങ്ങിൽ പങ്കെടുത്തു. തുടർന്ന് നടപടിക്രമങ്ങളുടെ ഭാഗമായി മേരി തോമസിന്റെ അധ്യക്ഷതയിൽ ജില്ലാ പഞ്ചായത്ത് ഹാളിൽ അംഗങ്ങളുടെ പ്രഥമ യോഗവും ചേർന്നു. യഥാർത്ഥമായ
വിശ്വാസവും കൂറും പുലർത്തുമെന്നും പറഞ്ഞിട്ടുണ്ട്. ചാലക്കുടി നഗരസഭയിൽ പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട കൗൺസിലർമാരുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് നടന്നു. നഗരസഭാ അങ്കണത്തിൽ റിട്ടേണിംഗ് ഓഫീസർ എം വെങ്കടേശ്വരന്റെ മേൽനോട്ടത്തിലായിരുന്നു സത്യപ്രതിജ്ഞാ ചടങ്ങ് നടന്നത്. കരുണാലയം വാർഡിൽ നിന്നും വിജയിച്ച KT ജോണിക്ക് വരണാധികാരി ആദ്യം പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. തുടർന്ന് KT ജോണി മറ്റുള്ളവർക്ക് പ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുത്തു. 37 അംഗങ്ങളും പ്രതിജ്ഞ ചെയ്ത് ഔദ്യോഗികമായി കൗൺസിലർ സ്ഥാനം ഏറ്റെടുത്തു. നഗരസഭാ സെക്രട്ടറി K പ്രമോദ് നടപടികൾ ഏകോപിപ്പിച്ചു. ഗുരുവായൂർ നഗരസഭയിലെ കൗൺസിലർമാർ സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതല ഏറ്റെടുത്തു. മുതിർന്ന അംഗം AT ഹംസയ്ക്ക് വരണാധികാരി N വിജയകുമാർ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. തുടർന്ന് AT ഹംസ മറ്റംഗങ്ങൾക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. NK അക്ബർ MLA, മുൻ നഗരസഭാ ചെയർപേഴ്സൺമാരായ M കൃഷ്ണദാസ്, PS രേവതി, PS ജയൻ തുടങ്ങിയവർ കൗൺസിലർമാർക്ക് ആശംസകൾ നേർന്നു. കൊടുങ്ങല്ലൂർ നഗരസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്ത് സ്ഥാനമേറ്റു. കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ ചത്തുരത്തിൽ നടന്ന ചടങ്ങിൽ കൗൺസിലർമാരിലെ സീനിയർ PN രാമദാസിന് റിട്ടേണിംഗ് ഓഫീസർ വിനോദ് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. തുടർന്ന് മറ്റുള്ളവർക്ക് PN രാമദാസ് പ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുത്തു. VR സുനിൽകുമാർ MLA, സ്ഥാനമൊഴിഞ്ഞ ചെയർപേഴ്സൺ TK ഗീത, വൈസ് ചെയർമാനായിരുന്ന അഡ്വക്കേറ്റ് VS ദിനൽ എന്നിവരും രാഷ്ട്രീയ സാംസ്കാരിക പ്രവർത്തകരും സന്നിഹിതരായിരുന്നു. വടക്കാഞ്ചേരി നഗരസഭയിലെ പുതിയ കൗൺസിലർമാരുടെ സത്യപ്രതിജ്ഞ മിനി സിവിൽ സ്റ്റേഷൻ തയ്യാറാക്കിയ വേദിയിൽ നടന്നു. ജില്ലാ രജിസ്ട്രാർ ഇന്ദുലേഖ മുതിർന്ന അംഗമായ KR കൃഷ്ണൻകുട്ടിക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. തുടർന്ന് മുതിർന്ന അംഗം KR കൃഷ്ണൻകുട്ടി മറ്റംഗങ്ങൾക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. മുനിസിപ്പാലിറ്റിയിലെ 42 പുതിയ കൗൺസിലർമാരാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. ചാവക്കാട് നഗരസഭയിൽ സത്യപ്രതിജ്ഞ നടന്നു. മുതിർന്ന അംഗം PI വിശ്വംഭരൻ ആദ്യം സത്യപ്രതിജ്ഞ ചെയ്തു. വരണാധികാരിയായ ജില്ലാ വ്യവസായ വകുപ്പ് മാനേജർ S ഷീബ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. തുടർന്ന് മറ്റംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു. കുന്നംകുളം നഗരസഭയിലെ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് നടന്നു. റിട്ടേണിംഗ് ഓഫീസർ താര മനോഹരൻ മുതിർന്ന കൗൺസിലർ പുഷ്പ ജോണിന് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. തുടർന്ന് 38 കൗൺസിലർമാർക്കും പുഷ്പ ജോൺ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. 215 കിലോമീറ്ററിന് മുകളിലുള്ള ട്രെയിൻ യാത്രകൾക്ക് ടിക്കറ്റ് നിരക്ക് വർദ്ധിപ്പിച്ച് റെയിൽവേ. ഓർഡിനറി ക്ലാസ്സിന് കിലോമീറ്ററിന് 1 പൈസയും സ്ലീപ്പർ AC ക്ലാസുകൾക്ക് കിലോമീറ്ററിന് 2 പൈസയും വർദ്ധിപ്പിച്ചു. വർധനവ് ഈ മാസം 26 മുതൽ പ്രാബല്യത്തിൽ വരും. 215-ൽ താഴെ ദൂരം സഞ്ചരിക്കുന്ന യാത്രക്കാർക്ക് ടിക്കറ്റ് നിരക്കിൽ വർധനയില്ല. പുതിയ നിരക്കുകൾ നിലവിൽ വരുന്നതോടെ AC കോച്ചുകളിൽ 500 കിലോമീറ്റർ സഞ്ചരിക്കാൻ 10 രൂപ അധികമായി നൽകേണ്ടി വരും. അതേസമയം സബർബൻ സീസൺ ടിക്കറ്റുകളുടെ നിരക്ക് വർദ്ധിപ്പിച്ചിട്ടില്ല. പുതിയ നിരക്കുകൾ പ്രകാരം റെയിൽവേയുടെ വരുമാനം പ്രതിവർഷം 600 കോടി രൂപ വർദ്ധിപ്പിക്കുമെന്നാണ് കണക്കാക്കുന്നത്. കഴിഞ്ഞ ജൂലൈയിലും ടിക്കറ്റ് നിരക്ക് വർദ്ധിപ്പിച്ചിരുന്നു. കാണാതായ ഗൃഹനാഥനെ തോട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. വെള്ളാങ്ങല്ലൂർ പൈങ്ങോട് മുണ്ടഞ്ചേരി സുബ്രഹ്മണ്യനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇരിങ്ങാലക്കുട പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു. വെള്ളിയാഴ്ച വൈകിട്ട് വീട്ടിൽ നിന്നും കടയിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞിറങ്ങിയതാണ്. കാണാതായതിനെ തുടർന്ന് അന്വേഷിക്കുന്നതിനിടയിലാണ് തോട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഗുരുവായൂർ ബ്രഹ്മകുളത്ത് ക്രിസ്മസ് കരോൾ കഴിഞ്ഞ് വരികയായിരുന്ന സംഘം സഞ്ചരിച്ച കാർ മറ്റൊരു കാറിലിടിച്ച് തോട്ടിലേക്ക് മറിഞ്ഞ് 5 പേർക്ക് പരിക്കേറ്റു. ആരുടെയും പരിക്ക് സാരമുള്ളതല്ല. എളവള്ളി സ്വദേശികളായ കോടങ്ങാട്ട് അഭയ്, പുഴങ്ങര ഇല്ലത്ത് ഫാദിൽ, സഹോദരൻ ഷിഹാസ്, പയ്യോളി പാട്ടിൽ അനിരുദ്ധ്, എളവള്ളി വീട്ടിൽ അസ്ലം എന്നിവർക്കാണ് പരിക്കേറ്റത്. എളവള്ളിയിൽ നിന്ന് കരോൾ കഴിഞ്ഞ് ഗുരുവായൂരിലേക്ക് ഭക്ഷണം കഴിക്കാൻ വരുന്നതിനിടയിലായിരുന്നു അപകടം. വളവ് തിരിയുന്നതിനിടെ എതിരെ വന്ന കാറിലിടിച്ച് തോട്ടിലേക്ക് മറിയുകയായിരുന്നു. പരിക്കേറ്റവരെ ആക്ട്സ് പ്രവർത്തകർ പാവറട്ടി സാന്റ് ജോസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഒല്ലൂർ കമ്പനിപ്പടിയിൽ ഇന്നോവ കാർ സ്കൂട്ടറിലിടിച്ച് സ്കൂട്ടർ യാത്രികൻ മരിച്ചു. പാലക്കാട് സ്വദേശി നെല്ലിക്കുന്ന് പറമ്പിൽ വീട്ടിൽ ശിവാനന്ദനാണ് മരിച്ചത്. ഇന്ന് രാവിലെയായിരുന്നു അപകടം. എറണാകുളം ഭാഗത്തുനിന്ന് തൃശൂരിലേക്ക് വരികയായിരുന്ന കാർ എതിർദിശയിൽ വരികയായിരുന്ന സ്കൂട്ടറിൽ ഇടിക്കുകയായിരുന്നു. തളിക്കുളം സ്നേഹതീരം ബീച്ച് പാർക്ക് ഡിസംബർ 24-ന് തുറക്കും. നവീകരണം അന്തിമഘട്ടത്തിലാണ്. 1.5 കോടി രൂപ ചെലവഴിച്ചാണ് നവീകരണം പൂർത്തിയാക്കുന്നത്. വിനോദസഞ്ചാര വകുപ്പിന്റെ കീഴിലുള്ള പാർക്കിൽ കുട്ടികൾക്കായുള്ള കളി ഉപകരണങ്ങൾ സ്ഥാപിക്കൽ, ഓഫീസ് കെട്ടിട നവീകരണം, കൽമണ്ഡപങ്ങളുടെ നവീകരണം, ഫിഷ് ടാങ്ക് നവീകരണം, ഇലക്ട്രിക് പ്രവൃത്തികൾ, ലൈറ്റുകൾ സ്ഥാപിക്കൽ തുടങ്ങിയവ 2 പദ്ധതികളായി പൂർത്തീകരിച്ചിട്ടുണ്ട്. ഡെസ്റ്റിനേഷൻ ചെയർമാൻ CC മുകുന്ദൻ MLAയുടെ ഇടപെടലിലാണ് 3.5 കോടിയിലേറെ രൂപ സ്നേഹതീരം ബീച്ച് പാർക്കിലേക്ക് സർക്കാരിൽ നിന്നും ലഭിച്ചത്.
കയ്പമംഗലം വഴിയമ്പലത്ത് റോഡിൽ തലയിടിച്ച് വീണ് പരിക്കേറ്റ് ചികിത്സയിലായിരുന്നയാൾ മരിച്ചു. കയ്പമംഗലം വിളക്കുപറമ്പ് സ്വദേശി കല്ലേപ്പറമ്പിൽ കുമാരൻ നായരുടെ മകൻ 51 വയസ്സുള്ള സഞ്ജയാണ് മരിച്ചത്. ഈ മാസം 6-ന് വഴിയമ്പലം സെന്ററിന് പടിഞ്ഞാറ് ഭാഗത്തുള്ള റോഡിൽ തലയടിച്ച് വീണുകിടക്കുന്ന നിലയിലാണ് ഇദ്ദേഹത്തെ കണ്ടെത്തിയത്. തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്ന് പുലർച്ചെയാണ് മരിച്ചത്. മയക്കുമരുന്ന് കടത്തിലൂടെ പ്രതികൾ അനധികൃതമായി സമ്പാദിച്ച 37,78,000 രൂപയിലധികം മൂല്യമുള്ള സ്വത്തുക്കൾ കണ്ടുകെട്ടാൻ ഉത്തരവായി. സെപ്റ്റംബർ 29-ന് തളിക്കുളം കൈതക്കലിൽ മെത്താഫിറ്റമിനുമായി പിടികൂടിയ എടത്തുരുത്തി സ്വദേശി കൊല്ലാറ വീട്ടിൽ അഖിൽ, പെരിഞ്ഞനം സ്വദേശി കള്ളിപ്പറമ്പിൽ വീട്ടിൽ ഫസീല എന്നിവരുടെ സ്വത്തുക്കളാണ് കണ്ടുകെട്ടാൻ ഉത്തരവായത്. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ സമർപ്പിച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ചെന്നൈയിലുള്ള കോമ്പിറ്റന്റ് അതോറിറ്റിയാണ് കണ്ടുകെട്ടൽ ഉത്തരവ് പുറപ്പെടുവിച്ചത്. തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരമുണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വീണ്ടും വാർത്തകളിലേക്ക്. ജനകീയ അംഗീകാരത്തിന്റെ തിളക്കവുമായി തദ്ദേശ ജനപ്രതിനിധികൾ മനസ്സ് തുറക്കുന്നു. മെമ്പർ സ്പീക്കിംഗ്. വടൂക്കരയുടെ നല്ല നാളേക്ക് അമരക്കാരനായി ഇനി സിജിത്ത് ഉണ്ടാകും. മുന്നണിയിൽ തന്നെ ഏറ്റവും കൂടുതൽ വോട്ടുകൾ ലഭിച്ചായിരുന്നു സിജിത്തിന്റെ വിജയം. അദ്ദേഹത്തിന്റെ വികസന ലക്ഷ്യങ്ങളും പ്രവർത്തന രീതികളും TCUമായി പങ്കുവയ്ക്കുന്നു. തെരഞ്ഞെടുപ്പിൽ 1000-ന് മുകളിൽ വോട്ടുകളോടെ വടൂക്കര ഡിവിഷനിൽ നിന്ന് വിജയിച്ച LDF കൗൺസിലർ സിജിത്താണെന്ന് നമ്മുടെ ഒപ്പമുള്ളത്. ചേട്ടാ, എങ്ങനെയാണ് ഈ വിജയം നോക്കിക്കാണുന്നത്? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ മുഴുവൻ ആൾക്കാരും ഒരു എണ്ണയിട്ട യന്ത്രം പോലെ നാടിനകത്ത് പ്രവർത്തിച്ചുകൊണ്ട് തന്നെ വളരെ വലിയൊരു വിജയം കരസ്ഥമാക്കാൻ സാധിച്ചു. അത് ഈ വിജയം എല്ലാ പ്രവർത്തകരും, എൻ്റെ വിജയത്തിന് വേണ്ടി പ്രവർത്തിച്ച എല്ലാവരും, അതിൽ രാഷ്ട്രീയമുള്ളവരും രാഷ്ട്രീയമില്ലാത്തവരുണ്ട്, എല്ലാവർക്കും വേണ്ടിയിട്ട് സമർപ്പിക്കുകയാണ്. അതുപോലെ തന്നെ ബൈ പ്രൊഫഷൻ എഞ്ചിനീയർ ആണ്. അപ്പോൾ എങ്ങനെയാണ് പൊതുപ്രവർത്തനവും ഈ പ്രൊഫഷനും ഒരുമിച്ച് കൊണ്ടുപോകാൻ? ഞാൻ സജീവമായിട്ട് പൊതുപ്രവർത്തന രംഗത്തുണ്ട്. ഞാൻ DYFIയുടെ കൊക്കല മേഖല സെക്രട്ടറി ആയിരുന്നു. നാടിനകത്ത് സജീവമായിട്ട് ഉണ്ട്. ഇപ്പോൾ ഒരു ഇലക്ഷൻ വരുമ്പോൾ മാത്രം കാണുന്ന ജീവികളല്ല ഞങ്ങൾ. ഏത് വിഷയം പറഞ്ഞാലും അതിനകത്തൊരു യെസ് ഓർ അല്ല, ഒന്നുമില്ലെങ്കിൽ നടക്കും അല്ലെങ്കിൽ നടക്കില്ല എന്നുള്ള രീതിയിലൊരു ഇടപെടൽ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവാറുണ്ട്. 1000-ന് മുകളിൽ വോട്ടുകൾ എന്ന് പറയുമ്പോൾ വടൂക്കരയിലുള്ള ജനങ്ങൾ ഒരു വലിയ പ്രതീക്ഷ അർപ്പിക്കുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് അവർക്ക് വേണ്ടി കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ? എന്തായാലും ആദ്യഘട്ടത്തിൽ നമ്മൾ പ്ലാൻ ചെയ്യുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ വടൂക്കരയിലുള്ള മുഴുവൻ ജനങ്ങളുടെ ഒരു ഡാറ്റാബേസ് ടച്ച് ചെയ്യണമെന്നാണ് നമ്മൾ വിചാരിച്ചിട്ടുള്ളത്. അതായത് കിടപ്പ് രോഗികളുണ്ട്, പിന്നെ യുവാക്കൾ തൊഴിൽ എടുക്കണം, അതായത് പഠനം കഴിഞ്ഞു ജോലിക്ക് വേണ്ടി കാത്തിരിക്കുന്നവരുണ്ട്, അല്ല സംരംഭകരാകണമെന്നുണ്ട്. അപ്പോൾ അത്തരക്കാരുടെയൊക്കെ ഒരു നാടിനകത്തെ മുഴുവൻ ജനങ്ങളുടെ ഒരു ഡാറ്റാബേസ് എടുത്ത് അതിനെ വർക്കൗട്ട് ചെയ്തുകൊണ്ട് കിട്ടുന്ന ആനുകൂല്യങ്ങൾ എവിടെ നിന്നാണ് ഓരോന്ന് കിട്ടുന്നത് അത് കൃത്യമായിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കുക, അറിയിപ്പ് നൽകുക, അതിനുവേണ്ടി അവരെ പ്രാപ്തരാക്കുക. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ തൊഴിൽപരമായിട്ടുള്ള കുട്ടികൾ, ഇപ്പോൾ പഠനം കഴിഞ്ഞ് തൊഴിലിന് വെയിറ്റ് ചെയ്യുന്ന കുട്ടികളുണ്ടെങ്കിൽ അവരെ ഒരു റെസ്യൂം എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, അത് എങ്ങനെ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാം, അത്തരത്തിൽ അവരെ കൂടുതൽ അതിന് പ്രാപ്തരാക്കുക. ഒന്നുകൂടി നിലവിലുള്ള നിലയിലേക്ക് ഒത്തിരി മെച്ചപ്പെടുന്ന രീതിയിൽ ഡിവിഷൻ എങ്ങനെ ഇടപെടാൻ പറ്റും എന്നുള്ളത് നോക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പിന്നെ സംരംഭകരാകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ടായിരിക്കാം. അത്തരക്കാരെ സംയോജിപ്പിച്ചുകൊണ്ട് ഇപ്പോൾ സർക്കാർ പല പദ്ധതികളും നാടിനകത്ത് നടപ്പിലാക്കുന്നുണ്ടെങ്കിൽ തന്നെയും അതെങ്ങനെ ചെയ്യണമെന്ന് ഒരു നിരവധി ആളുകൾക്ക് അത് കൃത്യമായിട്ട് അറിയില്ല. അപ്പോൾ അതൊരു ഡിവിഷൻ തലത്തിൽ ഏകോപിപ്പിക്കണമെന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് ഞങ്ങൾ. തെരഞ്ഞെടുപ്പിൽ ഈ വിജയം ഭരണത്തിലും കാഴ്ചവെക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് TCVക്ക് വേണ്ടി ക്യാമറാമാൻ പ്രവീൺ പ്രകാശിനോടൊപ്പം സൂര്യശങ്കരനാരായണൻ. അന്നമനട പഞ്ചായത്തിലെ വേലായുധന്റെ വർക്ക്ഷോപ്പ് ഇനി മെമ്പറുടെ ഓഫീസായും പ്രവർത്തിക്കും. കന്നി അംഗത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റിനെയാണ് വേലായുധൻ പരാജയപ്പെടുത്തിയത്. വാഹനം പഞ്ചറായി വഴിയിലോ വീട്ടിലോ കിടന്നാൽ ഒറ്റവിളിയിൽ ഓടിയെത്തുന്ന വേലായുധൻ ജോലി വിടാതെ തന്നെ മെമ്പറുടെ സേവനം നൽകാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. പഞ്ചായത്ത് ഓഫീസും വാർഡും വർക്ക്ഷോപ്പും അന്നമടയിൽ തന്നെയാണെന്നതിനാൽ 61-കാരനായ വേലായുധന് കാര്യങ്ങൾ എളുപ്പമാകും. 1988 മുതൽ വർക്ക്ഷോപ്പ് നടത്തുന്ന KK വേലായുധന്റെ വരുമാനമാർഗം ഇതുമാത്രമാണ്. എൻ്റെ പ്രവർത്തന മേഖല ടയർ ബന്ധപ്പെട്ട ജോലിയാണ്, ടയർ പഞ്ചറുടെ ജോലിയാണ്.
ഞാൻ ഏകദേശം 40 വർഷമായിട്ട് ഈ തൊഴിൽ തന്നെ ചെയ്യുന്നത്. എന്താവശ്യങ്ങൾക്കും ഇവിടെ എൻ്റെ ഓഫീസായിട്ട് തന്നെ ഇവിടെ ഉണ്ടാവും, എൻ്റെ പ്രവർത്തനം ഇവിടെ ഉണ്ടാവും. പാലിശ്ശേരി സ്വദേശിയായ കണ്ണമ്പിള്ളി വീട്ടിൽ വേലായുധൻ അഷ്ടമിച്ചിറയിൽ കാർ വർക്ക്ഷോപ്പിൽ ജോലിക്കാരനായാണ് തുടക്കം. പിന്നീട് നാട്ടുകാർക്കൊരു സേവനവും ഒപ്പം വരുമാനമാർഗവുമായാണ് പഞ്ചറൊട്ടിക്കുന്ന വർക്ക്ഷോപ്പ് തുടങ്ങിയത്. അന്നു മുതൽ തുടങ്ങിയതാണ് നാട്ടിലെ എല്ലാവരുമായുള്ള അടുപ്പം. CPMന്റെ പ്രധാന നേതാവും പഞ്ചായത്ത് പ്രസിഡന്റുമായ PV വിനോദിനെതിരെ കോൺഗ്രസ് പ്രതിനിധിയായി മത്സരിച്ചപ്പോൾ പ്രതീക്ഷയുണ്ടായിരുന്നത് ജനങ്ങളുമായുള്ള അടുപ്പമായിരുന്നു. മാള മൾട്ടിപർപ്പസ് സഹകരണ സംഘം, അന്നമനട സർവീസ് സഹകരണ ബാങ്ക് എന്നിവയുടെ ഡയറക്ടറായും പ്രവർത്തിച്ചിട്ടുണ്ട്. TCV ന്യൂസ്, മാള. ഇനി ക്രിസ്മസ് വിശേഷങ്ങളുമായി ജിംഗിൾ ബെൽസ്. ക്രിസ്മസിന് വരവേൽക്കാൻ നാടൊരുങ്ങുകയാണ്. പുതുമയ്ക്കൊപ്പം പാരമ്പര്യവും പ്രൗഢിയും വിളിച്ചോതുന്ന ഉൽപ്പന്നങ്ങൾ നിറം ചാർത്തുന്ന ക്രിസ്മസ് വിപണിയിൽ തിരക്കേറുന്നു. ക്രിസ്മസിന് ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമാണ് ബാക്കി. എങ്കിലും ദിവസങ്ങൾക്ക് മുന്നേ തൃശ്ശൂരിലെ ക്രിസ്മസ് വിപണി സജീവമാണ്. നക്ഷത്രങ്ങൾ മുതൽ ക്രിസ്മസ് പാപ്പമാർ വരെ പുതുപുത്തൻ ട്രെൻഡി ഐറ്റംസ് ആണ് ഇക്കുറി വിപണിയെ കീഴടക്കിയിരിക്കുന്നത്. ഒരു മാസം മുൻപ് തന്നെ പുത്തൻപള്ളിയും പരിസര പ്രദേശങ്ങളും ക്രിസ്മസ് വർണ്ണങ്ങളാൽ നിറഞ്ഞു നിൽക്കുകയാണ്. നഗരത്തിന് അകത്തും പുറത്തുനിന്നുമായി ആയിരങ്ങൾ എത്തുന്ന മാർക്കറ്റ് ഉണരുന്നത് വൈകുന്നേരത്തോടുകൂടെയാണ്. വിവിധ നിറങ്ങളുള്ള നക്ഷത്രങ്ങൾ, വിവിധ വലുപ്പങ്ങളിലുള്ള പുൽക്കൂടുകൾ, ക്രിസ്മസ് ട്രീകൾ, സാന്താക്ലോസ് രൂപങ്ങൾ, അലങ്കാര വസ്തുക്കൾ എന്നിവ കൊണ്ട് സമൃദ്ധമാണ് വിപണി. മൊത്തമായും ചില്ലറയായും ഉൽപ്പന്നങ്ങൾ ലഭ്യമാണ്. അധികം ഉൽപ്പന്നങ്ങളും ചൈനീസ് മാർക്കറ്റിൽ നിന്നും ഇറക്കുമതി ചെയ്തതാണ്. ഐറ്റംസ് ഒക്കെ കൂടുതൽ വരുന്നത് പുറത്ത് തന്നെയാണ്. ചൈനയുടെ ഐറ്റംസ് ഡെക്കറേഷൻ കൂടുതൽ വരുന്നത്. പിന്നെ ക്രിബൊക്കെ നമ്മൾ തൃശ്ശൂർ ഉണ്ടാക്കുന്നത്. ട്രീ, നോർമൽ ട്രീ ഉണ്ട്, സ്നോ ട്രീ ഉണ്ട്. പിന്നെ വെറൈറ്റി നോർമൽ നമ്മൾ ബോളുകൾ തന്നെ റെഡ് കളർ, സിംഗിൾ കളർ റെഡ് കളേഴ്സ്, ബെൽസും ഗോൾഡ് സിൽവർ മാത്രമായിട്ടുണ്ട്. ബലൂൺസ്, ടൈ, ഇതേപോലത്തെ ടൈ, ക്യാപ്പ്, വെൽവെറ്റ് ക്യാപ്പ്, സ്പ്രിംഗ് ക്യാപ്പ്, വലിയ കുഴപ്പമില്ലാത്ത തിരക്കിലാണ് കച്ചവടം നടക്കുന്നുണ്ട്. മഞ്ഞുകണങ്ങൾ മൂടിയ ക്രിസ്മസ് ട്രീയും 10 രൂപ മുതൽ തുടങ്ങുന്ന അലങ്കാര വസ്തുക്കളും അതിനനുയോജ്യമായ ഫെയറി ലൈറ്റുകളും വിപണിയെ വർണ്ണാഭമാക്കുന്നു. ഈ ക്രിസ്മസ് മാർക്കറ്റിലേക്ക് വരുമ്പോൾ സാധാരണ ജനങ്ങൾക്ക് അഫോർഡ് ചെയ്യാവുന്ന രീതിയിലുള്ള ഐറ്റംസും റേറ്റാണ് ഞങ്ങളുടെ കയ്യിൽ. ഏറ്റവും നന്നായിട്ട് ക്രിസ്മസ് ട്രീ സെറ്റ് ചെയ്യാവുന്ന ഐറ്റംസാണ്. നമ്മൾ 5 രൂപ തൊട്ട് തുടങ്ങി, പിന്നെ നമ്മൾ 1000, 2000, 3000, 4000 രൂപയ്ക്ക് 5000 വേണമെങ്കിൽ ഐറ്റംസ് പാർട്ടികൾക്ക് തിരഞ്ഞെടുക്കാവുന്ന ഐറ്റംസ് ഞങ്ങളുടെ കയ്യിലുണ്ട്. ക്രിസ്മസിന് വേണ്ടി പ്രത്യേകം ഇറക്കുന്ന സാധനങ്ങളാണ്. ചൈനീസ് മാർക്കറ്റിൽ നിന്ന് പ്രത്യേകം ഇറക്കുന്ന സാധനങ്ങൾ. ഇന്ത്യൻ ഐറ്റംസ് ഉണ്ട് കുറച്ച്. വീടുകളിലേക്കും സ്ഥാപനങ്ങളിലേക്കും വേണ്ട എല്ലാവിധ ക്രിസ്മസ് സാമഗ്രികളും സാധ്യമായ വിലയിൽ ഒരൊറ്റ കുടക്കീഴിൽ ലഭ്യമാണ് എന്നത് ഉപഭോക്താക്കൾക്ക് ഏറെ ആശ്വാസമാണ്. ക്രിസ്മസ് ട്രീ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി വന്നാണ്. എല്ലാം അഫോർഡബിൾ റേറ്റിലാണ് എല്ലാം കിട്ടി. ഒരുവിധ സാധനങ്ങളൊക്കെ ഇവിടെ തന്നെ വാങ്ങിയിട്ട് പോകാൻ വേണ്ടിയിട്ട് പറ്റും. എല്ലാം ഇവിടെ തന്നെ കിട്ടും. വിപണി അങ്ങനെ സജീവമായി തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. TCVക്ക് വേണ്ടി ക്യാമറമാൻ പ്രവീൺ പ്രകാശിനോടൊപ്പം സൂര്യശങ്കർ നാരായണൻ. മറ്റു വാർത്തകളിലേക്ക്. മാള ബ്ലോക്ക് പഞ്ചായത്തിൽ മുതിർന്ന അംഗം E. കേശവൻകുട്ടി ആദ്യം സത്യപ്രതിജ്ഞ ചെയ്തു. മുതിർന്ന അംഗത്തിന് വരണാധികാരി വിദ്യാഭ്യാസ വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ PM ബാലകൃഷ്ണൻ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. കുഴൂർ പഞ്ചായത്തിൽ മുതിർന്ന അംഗം MA ജോജോയ്ക്ക് വരണാധികാരി കൃഷിവകുപ്പ് അസിസ്റ്റന്റ് ഡയറക്ടർ CB അജിത്ത് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. പൊയ്യ പഞ്ചായത്തിൽ മുതിർന്ന അംഗം CN സുധാർജനന് വരണാധികാരി മാള സബ് രജിസ്ട്രാർ R. രാജി സത്യവാചകം ചൊല്ലിക്കൊടുത്തു. മാളയിൽ മുതിർന്ന അംഗം ജയരാജ് വാക്കേലിന് വരണാധികാരി ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ KK സുരേഷ് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. പുത്തഞ്ചിറയിൽ മുതിർന്ന അംഗം PC ബാബുവിന് വരണാധികാരി വടക്കുംകര സബ് രജിസ്ട്രാർ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. അന്നമനട പഞ്ചായത്തിൽ മുതിർന്ന അംഗം PD ജോസിന് വരണാധികാരി ഇരിങ്ങാലക്കുട സബ് രജിസ്ട്രാർ രജു സത്യവാചകം ചൊല്ലിക്കൊടുത്തു. മറ്റത്തൂർ പഞ്ചായത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ സത്യപ്രതിജ്ഞ പഞ്ചായത്ത് ഓഫീസ് അങ്കണത്തിൽ നടന്നു. റിട്ടേണിംഗ് ഓഫീസർ തൃശൂർ താലൂക്ക് സപ്ലൈ ഓഫീസർ S. സുധ, മുതിർന്ന അംഗം കടമ്പോട് വാർഡിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട PS അംബുജാക്ഷന് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. തുടർന്ന് മറ്റംഗങ്ങൾക്ക് PS അംബുജാക്ഷൻ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. കൊടകര ബ്ലോക്ക് പഞ്ചായത്തിൽ 16-അംഗ ഭരണസമിതി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. വരണാധികാരി ഡോക്ടർ C. സീമ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. പള്ളിക്കുന്ന് ഡിവിഷനിൽ നിന്ന് വിജയിച്ച മുതിർന്ന അംഗം റെജി ജോർജ് ആദ്യം സത്യപ്രതിജ്ഞ ചെയ്തു. തുടർന്ന് ഡിവിഷൻ മുൻഗണനയിൽ അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്തു. റെജി ജോർജ് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. കൊടകര BDO KC ജിനീഷ്, രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു.
യലവള്ളി പഞ്ചായത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട മെമ്പർമാർ സത്യപ്രതിജ്ഞ നടത്തി. ചിറ്റാറ്റുകര JRC ഹാളിൽ നടന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിൽ DEO ടി രാധ മുതിർന്ന അംഗം PT ജോസിന് ആദ്യ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. തുടർന്ന് മുതിർന്ന അംഗം PT ജോസ് മറ്റ് സ്ഥാനാർത്ഥികൾക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. പോർക്കുളം പഞ്ചായത്ത് ഭരണസമിതിയിലേക്ക് തെരഞ്ഞെടുത്ത പുതിയ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് നടന്നു. മുഖ്യ തെരഞ്ഞെടുപ്പ് വരണാധികാരി KP യേശുദാസ് മുതിർന്ന അംഗവും 8ാം വാർഡ് മെമ്പറുമായ K ഉണ്ണികൃഷ്ണന് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. തുടർന്ന് 1 മുതൽ 14 വരെയുള്ള വാർഡുകളിൽ നിന്നും വിജയിച്ചെത്തിയ അംഗങ്ങൾക്ക് യോഗാധ്യക്ഷനും 8ാം വാർഡ് മെമ്പറുമായ K ഉണ്ണികൃഷ്ണൻ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. കലാസാംസ്കാരിക ഘോഷയാത്രയോടെ അവണിശ്ശേരി ഫെസ്റ്റിന് കൊടിയേറി. ഫെസ്റ്റ് കോർഡിനേറ്റർ പ്രിൻസൻ അവണിശ്ശേരി സാംസ്കാരിക ഘോഷയാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തു. അവണിശ്ശേരി ഫെസ്റ്റ് പ്രസിഡന്റ് വേണുഗോപാൽ ആനക്കല്ല് കൊടിയേറ്റം നിർവഹിച്ചു. തിങ്കളാഴ്ച വൈകിട്ട് സിനിമാ താരം TG രവി അവണിശ്ശേരി ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്തു. മുള്ളൂർക്കര പഞ്ചായത്ത് അംഗങ്ങളുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് നടന്നു. വരണാധികാരി താലൂക്ക് സപ്ലൈ ഓഫീസർ ഗീത മുതിർന്ന അംഗവും UDF നേതാവുമായ NS വർഗീസിന് ആദ്യം സത്യവാചകം ചൊല്ലിക്കൊടുത്തു. തുടർന്ന് ബാക്കിയുള്ള 15 അംഗങ്ങൾക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. കടപ്പുറം പഞ്ചായത്തിലെ പുതിയ അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. റിട്ടേണിംഗ് ഓഫീസർ ബിന്ദു ഫ്രാൻസിസ് മുതിർന്ന അംഗവും വാർഡ് 7 അംഗവുമായ ഉമ്മർ ഹാജിക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. തുടർന്ന് ഉമ്മർ ഹാജി വാർഡ് 1 മുതലുള്ളവർക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. തിരുവല്ലോമല ഗ്രാമപഞ്ചായത്തിലേക്ക് വിജയിച്ച ജനപ്രതിനിധികൾക്ക് വരണാധികാരി MM സന്ദീപ് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. മുതിർന്ന അംഗമായ 4ാം വാർഡ് അംഗം ഷീല പണിക്കർക്ക് വരണാധികാരി സത്യവാചകം ചൊല്ലിക്കൊടുത്തു. മറ്റംഗങ്ങൾക്ക് ഷീല പണിക്കർ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. എരുമപ്പെട്ടി പഞ്ചായത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. മുതിർന്ന അംഗം കൊടുമ്പിൽ മുരളിയാണ് ആദ്യം സത്യപ്രതിജ്ഞ ചൊല്ലിയത്. റിട്ടേണിംഗ് ഓഫീസർ അർച്ചന വിശ്വനാഥ് കൊടുമ്പിൽ മുരളിക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. തുടർന്ന് മറ്റംഗങ്ങൾക്ക് കൊടുമ്പിൽ മുരളി സത്യവാചകം ചൊല്ലിക്കൊടുത്തു. പഞ്ചായത്ത് സെക്രട്ടറി ഗോകുൽ കൃഷ്ണ G ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. കയ്പമംഗലം പഞ്ചായത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ചടങ്ങിൽ വരണാധികാരി CS ലിജു മുതിർന്ന അംഗം PT രാമചന്ദ്രന് ആദ്യ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. മറ്റംഗങ്ങൾക്ക് PT രാമചന്ദ്രൻ പ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുത്തു. ആളൂർ ഗ്രാമപഞ്ചായത്തിലെ സത്യപ്രതിജ്ഞാ ചടങ്ങ് റിട്ടേണിംഗ് ഓഫീസറായ KK തിലകന്റെ മേൽനോട്ടത്തിൽ നടന്നു. മുതിർന്ന അംഗം വർഗീസ് തുളുവത്താണ് ആദ്യം സത്യപ്രതിജ്ഞ ചെയ്തത്. റിട്ടേണിംഗ് ഓഫീസർ പ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുത്തു. തുടർന്ന് മറ്റ് 23 വാർഡുകളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടവർ സത്യപ്രതിജ്ഞ ചെയ്തു. വേലൂർ പഞ്ചായത്തിൽ തെരഞ്ഞെടുത്ത അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. 19 അംഗങ്ങളാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. പഞ്ചായത്ത് ഹാളിൽ നടന്ന ചടങ്ങിൽ റിട്ടേണിംഗ് ഓഫീസർ അജിൽ P വേണുഗോപാൽ മുതിർന്ന അംഗമായ AS ചന്ദ്രന് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. 11 പേർ ദൈവനാമത്തിലും 8 പേർ ദൃഢപ്രതിജ്ഞയുമാണ് എടുത്തത്. 9 LDF അംഗങ്ങളും 9 UDF അംഗങ്ങളും ഒരു BJP അംഗവുമാണ് ഭരണസമിതിയിലുള്ളത്. വരവൂർ ഗ്രാമപഞ്ചായത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട 16 അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. പഞ്ചായത്ത് വനിതാ പരിശീലന കേന്ദ്രത്തിൽ നടന്ന ചടങ്ങിൽ മുതിർന്ന അംഗം PV വാപ്പൂട്ടിക്ക് റിട്ടേണിംഗ് ഓഫീസർ ജോജി പോൾ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. തുടർന്ന് PV വാപ്പൂട്ടി മറ്റംഗങ്ങൾക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. കടങ്ങോട് പഞ്ചായത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ സത്യവാചകം ചൊല്ലി അധികാരമേറ്റു. പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ചടങ്ങിൽ മുതിർന്ന അംഗം വിഷയകുമാറാണ് ആദ്യം സത്യപ്രതിജ്ഞ ചെയ്തത്. വരണാധികാരി തലപ്പള്ളി അസിസ്റ്റന്റ് രജിസ്ട്രാർ ഷിബു സത്യവാചകം ചൊല്ലിക്കൊടുത്തു. തുടർന്ന് മറ്റംഗങ്ങൾക്ക് വിഷയകുമാർ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ചാഴൂർ പഞ്ചായത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. റിട്ടേണിംഗ് ഓഫീസർ മുതിർന്ന അംഗം നിമ്മി ശശിധരന് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. തുടർന്ന് മറ്റംഗങ്ങൾക്ക് നിമ്മി ശശിധരൻ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. തളിക്കുളം പഞ്ചായത്തിൽ മുതിർന്ന അംഗം KS റഹ്മത്തുള്ള മറ്റംഗങ്ങൾക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്തിൽ മുതിർന്ന അംഗം VN മേനക അംഗങ്ങൾക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്തിൽ അംഗങ്ങൾക്ക് TP സോമൻ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. എടത്തുരുത്തി പഞ്ചായത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ഭരണാധികാരി MK സ്മിത മുതിർന്ന അംഗം TK ചന്ദ്രബാബുവിന് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. മറ്റംഗങ്ങൾക്ക് TK ചന്ദ്രബാബു സത്യവാചകം ചൊല്ലിക്കൊടുത്തു.
തദ്ദേശ സ്ഥാപനാധ്യക്ഷനെയും ഉപാധ്യക്ഷനെയും തെരഞ്ഞെടുക്കുന്നതിനുള്ള അജണ്ട സെക്രട്ടറി കെ വി സനീഷ് അവതരിപ്പിച്ചു. 27 രാവിലെ പ്രസിഡന്റിനെയും ഉച്ചയ്ക്ക് ശേഷം വൈസ് പ്രസിഡന്റിനെയും തെരഞ്ഞെടുക്കും. തൃക്കൂർ പഞ്ചായത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട 19 മെമ്പർമാർ സത്യപ്രതിജ്ഞ ചെയ്തു. റിട്ടേണിംഗ് ഓഫീസർ ജൂജു മുതിർന്ന അംഗമായ പോൾസൺ തെക്കുംപീടികയ്ക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. തുടർന്ന് 18 മെമ്പർമാർക്കും പോൾസൺ തെക്കുംപീടിക സത്യവാചകം ചൊല്ലിക്കൊടുത്തു. പുതിയ ഭരണസമിതിയുടെ ആദ്യ യോഗം പഞ്ചായത്ത് ഹാളിൽ നടന്നു. കോടാലി കൊരേച്ചാൽ ശ്രീ ദുർഗ സ്വയംഭൂ കിരാത പാർവതി ക്ഷേത്രത്തിലെ തൃക്കാർത്തിക മഹോത്സവം ഈ മാസം 31-ന് വിവിധ ചടങ്ങുകളോടെ ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. കൂട്ടിയെഴുന്നള്ളിപ്പ്, വിവിധ ദേശങ്ങളിൽ നിന്ന് താലിവരവ്, വിഴക്കെഴുന്നള്ളിപ്പ്, കൊടകര ഉണ്ണിയുടെ നേതൃത്വത്തിൽ പഞ്ചാരിമേളം, പെരുവനം കുട്ടന്മാരാരുടെ നേതൃത്വത്തിൽ പാണ്ടിമേളം, അരുൺ പാലാഴി നയിക്കുന്ന തായമ്പക എന്നിവയുണ്ടാകും. വാർത്താസമ്മേളനത്തിൽ ക്ഷേത്രം സെക്രട്ടറി സുരേഷ് കടുപ്പശ്ശേരിക്കാരൻ, വൈസ് പ്രസിഡന്റ് സുധീഷ് വെട്ടിയാട്ടിൽ, കമ്മിറ്റി അംഗങ്ങളായ ശൈലജൻ പാറമേക്കാടൻ, സുശീല പ്രേംലാൽ, ജിനേഷ് കാവുങ്ങൽ തുടങ്ങിയവർ പങ്കെടുത്തു. മൂന്നുമറി പ്രതീക്ഷ ട്രസ്റ്റിന്റെ 6ാം വാർഷികത്തോടനുബന്ധിച്ച് മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. മറ്റത്തൂർ GLP സ്കൂളിൽ സംഘടിപ്പിച്ച ക്യാമ്പ് KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. 51 കുടുംബങ്ങൾക്ക് ക്രിസ്മസ് കിറ്റുകൾ സമ്മാനിച്ചു. ഷോബി കുണ്ടിൽ കിറ്റ് വിതരണം ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ അമൃത, പ്രതീക്ഷ ട്രസ്റ്റ് കൺവീനർ ജോൺസൺ മാമ്പ്രക്കാരൻ, മറ്റത്തൂർ GLP സ്കൂൾ PTA പ്രസിഡന്റ് രാകേഷ് രാമകൃഷ്ണൻ, സുഭാഷ് മൂന്നുമുറി, ജസ്റ്റിൻ മങ്കുഴി, നൈജോ ആൻഡോ തുടങ്ങിയവർ സംസാരിച്ചു. CSB ബാങ്കിനെ സംരക്ഷിക്കുക, വിരമിച്ചവർക്ക് അർഹതപ്പെട്ട പെൻഷൻ അനുവദിക്കുക, ബാങ്കിനെ വിദേശ മൂലധന ശക്തികളിൽ നിന്ന് മോചിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഓൾ കേരള ബാങ്ക് റിട്ടയറീസ് ഫോറം സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃശൂരിലെ ബാങ്ക് ഹെഡ് ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. മുൻമന്ത്രി പ്രൊഫസർ C. രവീന്ദ്രനാഥ് ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് A. അച്യുതൻകുട്ടി അധ്യക്ഷത വഹിച്ചു. A. സിയാവുദ്ദീൻ, T. സുധാകരൻ, PH. വിനീത, T. നരേന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. പെരിങ്ങോട്ടുകര കാനാടിക്കാവ് വിഷ്ണുമായ സ്വാമി ക്ഷേത്രത്തിലെ തിറവെള്ളാട്ടുത്സവം 22 മുതൽ ജനുവരി 4 വരെ ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഈ മാസം 24-ന് ആരംഭിക്കുന്ന നൃത്ത സംഗീതോത്സവത്തിന് മഠാധിപതി KK വിഷ്ണുഭാരതീയ സ്വാമി തിരിതെളിയിക്കും. തിറവെള്ളാട്ട് ദിവസമായ ജനുവരി 3-ന് വൈകിട്ട് 8-ന് വിഷ്ണുമായ സ്വാമിയുടെ പുറത്തേക്ക് എഴുന്നള്ളിപ്പിന് അകമ്പടിയായി 100-ൽ പരം വാദ്യകലാകാരന്മാരെ അണിനിരത്തി നടൻ ജയറാം പഞ്ചാരിമേളമൊരുക്കും. ജനുവരി 4-ന് രാവിലെ 10 മുതൽ രൂപക്കളം തൊഴൽ നടക്കും. മഠാധിപതി KK വിഷ്ണുഭാരതീയ സ്വാമി മുഖ്യ കാർമ്മികനാകും. ട്രസ്റ്റ് മെമ്പർമാരായ കൃഷ്ണരാജ് കാനാടി, ശ്രീകൃഷ്ണൻ കാനാടി, മാനേജർ ഗോകുൽ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. പുത്തൻപിടിക സെന്റ് ആന്റണീസ് പള്ളി കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നിർധനരായ കുടുംബങ്ങൾക്ക് പലവ്യഞ്ജന കിറ്റ് വിതരണം ചെയ്തു. ഇടവക ഡയറക്ടർ ഫാദർ ജോസഫ് മുരിങ്ങാത്തേരി വിതരണ ഉദ്ഘാടനം നടത്തി. കത്തോലിക്ക കോൺഗ്രസ് പ്രസിഡന്റ് ആൻഡോ തൊറൈൻ അധ്യക്ഷത വഹിച്ചു. ജോബി ചിറമൽ, PA പോൾ, വിൻസെന്റ് മാടശ്ശേരി, AC ജോസഫ്, ഷാലി ഫ്രാൻസിസ് തുടങ്ങിയവർ സംസാരിച്ചു. ഛത്തീസ്ഗഡിൽ നിന്നെത്തിയ രാം നാരായണൻ എന്ന ദളിത് തൊഴിലാളിയെ മർദ്ദിച്ച് കൊലപ്പെടുത്തിയതിൽ വിവിധ രാഷ്ട്രീയ സാമൂഹിക സംഘടനകൾ പ്രതിഷേധിച്ചു. തൃശൂർ കോർപ്പറേഷൻ ഓഫീസ് പരിസരത്ത് നടന്ന പ്രതിഷേധ ധർണ ഗാന്ധിയൻ ചിന്തകൻ K. അരവിന്ദാക്ഷൻ ഉദ്ഘാടനം ചെയ്തു. K. ശിവരാമൻ അധ്യക്ഷത വഹിച്ചു. അബ്ദുൾ ജബ്ബാർ, I. ഗോപിനാഥ്, അഡ്വക്കേറ്റ് നിസാർ, PN പ്രൊവിൻഡ്, ഡോക്ടർ PS ബാബു തുടങ്ങിയവർ സംസാരിച്ചു. തിരുവല്ലോമല കണിയാർക്കോട് ശ്രീ കരിങ്കുറ്റി അയ്യപ്പൻകാവിൽ ദേശവിളക്ക് ആഘോഷിച്ചു. താലത്തിന്റെ അകമ്പടിയോടെ പാലക്കൊമ്പ് എഴുന്നള്ളിച്ചു. തുടർന്ന് തായമ്പക, അയ്യപ്പൻ പാട്ട് തുടങ്ങിയവയും നടന്നു. കുട്ടിക്കാട് സെന്റ് മേരീസ് ഓർത്തഡോക്സ് പള്ളിയിലെ പെരുന്നാളിന് കൊടിയേറി. വികാരി ഫാദർ മാത്യൂസ് വർഗീസ് കുളക്കാട്ടിൽ കൊടിയേറ്റം നടത്തി. ഈ മാസം 25, 26 തീയതികളിലാണ് പെരുന്നാൾ. പെരുന്നാൾ ശുശ്രൂഷകൾക്ക് കുന്നംകുളം ഭദ്രാസനത്തിലെ വന്യവൈദികർ കാർമ്മികത്വം വഹിക്കും. ഇനി ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 12,300 രൂപ, പവന് 98,400 രൂപ.
TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM Golden Diamonds, Manufacturers and Wholesalers. പള്ളിക്കുളം റോഡ്, തൃശൂർ. സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR Golden Diamonds, MG Road, തൃശൂർ. ശ്രീനിവാസന് കലാകേരളത്തിന്റെ യാത്രാമൊഴി. സംസ്കാരം ഔദ്യോഗിക ബഹുമതികളോടെ എറണാകുളം കണ്ടനാട്ട് വീട്ടുവളപ്പിൽ നടന്നു. അവസാനമായി ഒരു നോക്ക് കാണാൻ ഒഴുകിയെത്തിയത് ആയിരങ്ങൾ. ചിതയിൽ പേനയും കടലാസും വെച്ച് സത്യനന്ദിക്കാട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു. കോർപ്പറേഷനിലും ജില്ലാ പഞ്ചായത്തിലും ജില്ലാ കളക്ടർ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. $215 കിലോമീറ്ററിന് മുകളിലുള്ള ട്രെയിൻ യാത്രകൾക്ക് ടിക്കറ്റ് നിരക്ക് വർദ്ധിപ്പിച്ചു. ഓർഡിനറി ക്ലാസിന് കിലോമീറ്ററിന് 1 പൈസയും സ്ലീപ്പർ AC ക്ലാസുകൾക്ക് കിലോമീറ്ററിന് 2 പൈസയുമാണ് വർദ്ധിപ്പിച്ചത്. വെള്ളാങ്ങല്ലൂരിൽ കാണാതായ ഗൃഹനാഥനെ തോട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. പൈങ്ങോട് സ്വദേശി സുബ്രഹ്മണ്യനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ബ്രഹ്മകുളത്ത് കരോൾ സംഘം സഞ്ചരിച്ച കാർ തോട്ടിലേക്ക് മറിഞ്ഞ് 5 പേർക്ക് പരിക്കേറ്റു. ആരുടെയും പരിക്ക് സാരമുള്ളതല്ല. കൊല്ലൂരിൽ കാറും സ്കൂട്ടറും കൂട്ടിയിടിച്ച ഒരാൾ ദാരുണാന്ത്യം. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.